ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. 19-ാം തീയതി നമ്മുടെ സബ്സ്ക്രൈബർ ബീന ജോണി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്തേക്കണേ വെഡിങ് ആനിവേഴ്സറി. ഇപ്പോൾ ബീന ജോണി എന്ന് പറയുന്ന ചേച്ചിക്ക് വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. അപ്പോൾ ആരോഗ്യ സൗഖ്യത്തോടെ ഒരുപാട് കാലം സന്തോഷത്തോടെ കുടുംബമായിട്ട് കഴിയാനായിട്ട് സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഫെബ്രുവരി 14-ാം തീയതി ദിവ്യ സനീഷ് എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഈ വിഷ് അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബർത്ത്ഡേ ഒക്കെ കുറച്ച് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സമയത്ത് വരുന്ന വീക്കിലെ വ്ളോഗിലൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. മോളുടെ പേര് ദേവനന്ദ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ദേവനന്ദ മോൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കാലം സന്തോഷത്തോടെ ആരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കാനായിട്ട് സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നന്നായി പഠിച്ച് നല്ല മിടുക്കിയായിട്ട് വരണം. അതുപോലെ തന്നെ നമ്മുടെ ഐശ്വര്യയുടെ മകന്റെ ബർത്ത്ഡേയും ഫെബ്രുവരി 14-നായിരുന്നു കേട്ടോ. അപ്പൊ മോന് വേണ്ടിയിട്ടും ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. മോനും ഒരുപാട് കാലം സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇവർക്ക് 3 പേർക്കും വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും വിഷസ് അറിയിച്ചേക്കണം കേട്ടോ കമന്റ് ബോക്സിൽ. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ലെമണും സാൾട്ടും വെച്ചിട്ടുള്ള 2 റെമഡി പറയുന്നുണ്ട്. ഇതെനിക്ക് ഇവിടുത്തെ ചെന്നൈയിൽ വന്നതിന് ശേഷം അടുത്ത വീട്ടിൽ ആന്റി പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഇത് പല രീതിയിലും പലരും ചെയ്യാറുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനത് വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയും. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു രീതിക്ക് ആയിരിക്കില്ല ഈ റെമഡീസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ഉള്ളിൽ കുറേ സംശയങ്ങളും ഇതൊക്കെ ശരിയാകുമോ എന്താണ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിൽ നിങ്ങൾ ചെയ്യാനായിട്ട് നിൽക്കരുത്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. ഇതൊന്നും എല്ലാവരും ചെയ്യണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ചെയ്തേ മതിയാവുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ പോസിറ്റീവ് എനർജിയിലും നെഗറ്റീവ് എനർജിയിലും വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചെറിയ റെമഡീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണമുണ്ടാകും. അത് നമ്മൾ വിശ്വാസത്തോടെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു നിർബന്ധമില്ല ഇത് ചെയ്യണം എന്നുള്ളത്. അല്ല, നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളിതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തോളൂ. കുറേ വർഷങ്ങളായിട്ട് 10 വർഷത്തോളമായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് കാര്യം തന്നെ നമ്മുടെ വീട്ടിൽ ഒരു എൻട്രൻസ് മേക്ക് ഓവർ കൊണ്ടുവരിക എന്നുള്ളതാണ്. പല തരത്തിലുള്ള വീടുകളായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ആ ഒരു എൻട്രൻസിന്റെ പോർഷൻ ഒന്ന് നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് വെച്ചേക്കുവാണെങ്കിൽ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റിയും കയറി വരുന്ന ആളിനും നമ്മുടെ വീടിനെ കുറിച്ച് നല്ലൊരു മതിപ്പൊക്കെ തോന്നുമല്ലേ. നമുക്കാണെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നല്ലൊരു ഒരു പോസിറ്റിവിറ്റി തോന്നും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു എൻട്രൻസിന്റെ ഒരു പോർഷൻ നമുക്ക് വീട്ടിൽ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഭാഗം കുറച്ച് മണി പ്ലാന്റും അതുപോലെ തന്നെ കണ്ണാടി ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ചെറിയൊരു മേക്ക് ഓവർ നമുക്ക് കൊണ്ടുവരാം. ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്ക് ഓവർ ആണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ഷൂ സ്റ്റാൻഡിൽ ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഷൂ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. കാരണം മേലെ ഞാൻ പൂക്കളും സാമ്പ്രാണിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഉരുളി ഡെക്കറേഷൻ ആണ്. അപ്പോൾ ഉരുളി ഞാനിവിടെ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റിന്റെ ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ മേടിക്കാം കേട്ടോ. ഞാൻ മോസ്റ്റ്ലി കടയിൽ നിന്നാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ യൂട്യൂബിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാം നമുക്ക് ഇനേബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിലുള്ള പ്രോഡക്ട്സും മിന്ത്രയിലുള്ള പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഉരുളിയിൽ ആദ്യം നല്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ജവ്വാത് പൗഡർ അല്ല പേസ്റ്റ് ആണ് തേച്ചത് ഇട്ട് കൊടുത്തത്. പിന്നെ അതിനുശേഷം പച്ചക്കർപ്പൂരം ഇത്രയും ഇട്ടിട്ട് അതിനകത്ത് ഞാൻ പൂക്കൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബീന എന്ന് പറയുന്നുള്ള ഈ ചേച്ചി തന്നെയാണ് എന്നോട് ചോദിച്ചത്, എന്തിനാണ് ഉരുളിയിൽ ഇങ്ങനെ പൂക്കൾ ഇടുന്നത്, ഇത് എല്ലാവർക്കും ചെയ്യാമോ എന്ന്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മൾ വീട്ടിനകത്തേക്ക് ആരെങ്കിലും കയറി വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിനുള്ളിലുള്ള എന്തെങ്കിലും ദൃഷ്ടിയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും നെഗറ്റീവ് എനർജി ആയിട്ടൊക്കെയാണ് കയറി വരുന്നതെങ്കിൽ
ഈ പൂക്കൾ കാണുമ്പോൾ തന്നെ അതൊക്കെ അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. അത് മാത്രമല്ല നമ്മൾ ഈ വെള്ളത്തിൽ ചേർത്തേക്കുന്നത് പച്ചക്കർപ്പൂരവും ജവാദ് പൗഡറും ഒക്കെ ആണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ ഇത് ഡെയിലി ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പൊ ഞങ്ങളിവിടെ ചെന്നൈയിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പൂക്കൾ കടയിൽ നിന്ന് മേടിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ നിങ്ങൾ നാട്ടിലാണെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ എവിടെയും വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇത് കാണുന്ന തരത്തിൽ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. നല്ലൊരു വീടിന് നല്ലൊരു ലുക്ക് കൊടുക്കും. മാത്രമല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ പൂക്കളിലേക്ക് നോക്കിയാൽ ഈ പൂക്കളുടെ നിറങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷൻ തോന്നുമല്ലോ. അപ്പം നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് ഈ പൂക്കൾക്ക്. അതുപോലെ തന്നെ നല്ല റോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല മണമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് ഈ പച്ചക്കർപ്പൂരമൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നല്ല മണമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ നിങ്ങളടുത്ത് ഇപ്പോൾ ഈ ഉരുളി ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു കണ്ണാടി പോലത്തെ ഒരു ബൗളിലോ എന്തെങ്കിലും ഒരു ഇങ്ങനെ കുഴിവുള്ളൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ പൂക്കളിട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പൂക്കൾ വാടുന്നതിനനുസരിച്ച് മാറ്റിക്കെടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഈ പൂക്കൾ ഇപ്പം നല്ല വെയിൽ തുടങ്ങാത്തത് കൊണ്ട് ചൂടില്ലാത്തത് കൊണ്ട് 2-3 ദിവസമൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അത് വാടി തുടങ്ങുന്ന സമയത്ത് ഞാനെടുത്ത് കളഞ്ഞിട്ട് ഇത് കളയുന്നത് എപ്പോഴും ചെടിയുടെ ചോട്ടിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പുതിയ പൂക്കൾ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് അഴുകിയ പൂക്കളൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പൂക്കൾ വേണം വെക്കാനായിട്ട്. ഇത് അഴുകി പോകുന്നതിനനുസരിച്ച് ഒരുപാട് അഴുകുന്നവരെ കാത്തിരിക്കേണ്ട. ഇതിന്റെ ഇത് വാടി തുടങ്ങുന്ന സമയത്ത് ഇത് മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ച് ഇതുപോലെ പുതിയ പൂക്കളിട്ട് വെക്കുക. പിന്നെ അടുത്തത് നമ്മൾ ഇവിടെ ഞാൻ ചെന്നൈയിലായ കാരണം കൊണ്ട് ഞാൻ ഡെയിലി കോലം വരയ്ക്കാറുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ട്രഡീഷൻ്റെ ഹിന്ദു ട്രഡീഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ച് കോലമൊക്കെ വരയ്ക്കുന്നത് ശരിക്കും നമ്മുടെ മൈൻഡ് ഒന്ന് കാം ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ആർട്ട് ഉണ്ടല്ലോ അത് നമുക്ക് കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരാനും സഹായിക്കും. അതുമാത്രമല്ല നമ്മൾ ലേഡീസിന് വീട്ടമ്മമാർക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണല്ലേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ജോലികൾ ധൃതി പിടിച്ച് ചെയ്യാതെ ഒരു കോലമൊക്കെ വരച്ചിട്ടിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല നമ്മുടെ വീടിനുള്ളിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ നമ്മൾ അവരെ വെൽക്കം ചെയ്യുന്നത് പോലെയും അതും മാത്രമല്ല നമ്മുടെ ദേവി മഹാലക്ഷ്മിയെ വെൽക്കം ചെയ്യുന്നതിന് തുല്യമാണെന്ന് പറയാറുണ്ട്. അതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഈ കോലം വരയ്ക്കേണ്ടത് പച്ചരി പൊടിച്ചിട്ടുള്ള മാവ് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ആ മാവ് ഇട്ട് നമ്മൾ കോലം വരയ്ക്കുമ്പോൾ ചെറിയ ചെറിയ ഉറുമ്പും പ്രാണികളും ഒക്കെ വന്ന് ഈ അരിയൊക്കെ കഴിക്കും. അപ്പൊ അത് കഴിക്കുന്നതോടുകൂടി നമ്മൾ ശരിക്കും ഒരു അന്നദാനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. അടുത്തത് രാവിലെയും വൈകുന്നേരവും നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ഡിവൈൻ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നു. ഏത് ജാതിയോ മതമോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കാമായിട്ടുള്ള മ്യൂസിക്കുകൾ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഡിവോഷണൽ സോങ്സോ അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മതമാണോ അതിൽ പറയുന്ന രീതിയിലുള്ള ഒരു പ്രെയർ ടൈം നിങ്ങൾ കണ്ടെത്തുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സൂതിങ് മ്യൂസിക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്സിന്റെ ഹോർമോൺസിനെയൊക്കെ അത് റിലീസ് ചെയ്യുകയും നമുക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവാനും കോൺസെൻട്രേഷൻ കിട്ടുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മ്യൂസിക്കുകൾ കേൾക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലുള്ള സമയത്തും. അപ്പൊ അത് നമ്മുടെ വീടിനുള്ളിൽ ഒരു പോസിറ്റിവിറ്റി നമ്മൾ അറിയാതെ കൊണ്ടുവരും. മാത്രമല്ല നമ്മൾ ഈ ഒരു സംഭവം കേൾക്കുന്ന സമയത്ത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ വീട്ടിൽ വഴക്ക് ബഹളം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പോലും അറിയാതെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മ്യൂസീഷ്യന്റെ മ്യൂസിക് ഒക്കെ സിനിമ മ്യൂസിക് ഒക്കെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് വെക്കാം. അടുത്തത് ലെമൺ കൊണ്ടിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പൊ ഇതിവിടെ തമിഴ്നാട്ടിലെ എല്ലാവരും ചെയ്യുന്നതാണ്. എനിക്ക് ആന്റിയാണ് പറഞ്ഞു തന്നത്, അടുത്ത വീട്ടിലെ ആന്റി. അപ്പൊ അതേ ഞാൻ നല്ലൊരു ലെമൺ എടുത്തിട്ടുണ്ട്. ലെമൺ എടുക്കുമ്പോൾ നല്ല പഴുത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ലെമൺ എടുക്കുക. അതിനകത്ത് വേറെ വെട്ടും വരയും ഉള്ളതൊന്നും എടുക്കാനായിട്ട് പാടില്ല. ആദ്യം ലെമൺ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് നല്ലപോലെ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലൊരു പീസില് മഞ്ഞളും ഒരു പീസില് കുങ്കുമവും വെക്കുക. അപ്പൊ നിങ്ങൾ ലെമൺ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈക്വൽ പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ വാതിലിന്റെ പടിക്കലുണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് രണ്ട് സൈഡിലായിട്ട് വെക്കുക. അപ്പൊ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് നമ്മുടെ വീടിനുള്ളിലുള്ള ദുഷ്ടശക്തികൾ വരത്തില്ല, അങ്ങനെയുള്ള നെഗറ്റീവ് എനർജികളൊന്നും കയറത്തില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണെന്ന് പറയും. അപ്പോൾ ഇവിടെ ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് കേട്ടോ. വെള്ളിയാഴ്ച വൈകുന്നേരമോ രാവിലെയോ നമുക്കിത് ചെയ്യാം. ലെമൺ ഇത് വെച്ചതിന് ശേഷം നമ്മളിനി അടുത്ത വെള്ളിയാഴ്ച വേണം ഇതെടുത്ത് മാറ്റാനായിട്ട്. ഈ ലെമൺ നിങ്ങൾ കളയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ആരും ചവിട്ടാത്ത, ആരും മെതിച്ച് കളയാത്ത ഭാഗത്ത് വേണം കൊണ്ടുപോയി കളയാനായിട്ട്. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇത് വേറുള്ള യൂസിനൊന്നും എടുക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇതാണ് ലെമൺ കൊണ്ടിട്ടുള്ള ഒരു റെമഡി കേട്ടോ. അപ്പൊ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പ്ലേസ് എടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ 2 പീസിലും ഫുള്ളായിട്ട് മഞ്ഞൾ തേക്കുക. എന്നിട്ട് 2ന്റെ സെന്ററിലായിട്ട് ഓരോ പൊട്ട് കുങ്കുമം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ 2 പീസിനെ 2 സൈഡിലായിട്ട് പ്ലേസ് ചെയ്യട്ടോ. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. ഇത് ഒരാഴ്ച നമ്മുടെ വാതിൽ പടിക്കൽ നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ ലെമൺ എന്ന് പറയുന്നത് പുളിപ്പാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുളിപ്പ് ഉള്ള കാരണം കൊണ്ട് നെഗറ്റീവ് എനർജിക്കൊന്നും ഉള്ളിലേക്ക് കടക്കാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ സന്ധ്യ സമയത്ത് ഇത് ചെയ്യണമെന്നാണ് പറയുന്നത്. സന്ധ്യ സമയത്ത് എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് മഹാലക്ഷ്മി വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ മഹാലക്ഷ്മിയുടെ സഹോദരി മൂദേവി വരുമെന്നാണ് പറയപ്പെടുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം. അപ്പോൾ മൂദേവി നമ്മുടെ വീടിനുള്ളിലേക്ക് സന്ധ്യ സമയത്ത് കയറാതിരിക്കാനായിട്ട് ആണ് ഈ ലെമൺ വെക്കുന്നത്. ഈ ലെമണിന്റെ പുളിപ്പ് ഈ മൂദേവിയെ അട്രാക്ട് ചെയ്യുകയും അപ്പൊ മൂദേവി അത് വന്ന് ഭക്ഷിച്ചിട്ട് പോവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ലെമണില് പച്ചമുളക് തൂക്കിയിട്ടിട്ട് അങ്ങനെ ഒരു റെമഡി ചെയ്യും. ഞാനത് ഇതുവരെയും ചെയ്തിട്ടില്ല. പിന്നെ ഈ നാരങ്ങയിൽ ഒരുപാട് ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. അത് മാത്രമല്ല പുരാതന കാലം മുതലേ ഈ ലെമൺ വെച്ചിട്ടുള്ള റെമഡീസ് ഒക്കെ ചെയ്തു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം ഈ ലെമൺ മാറ്റിയിട്ട് പുതിയ ലെമൺ നിങ്ങൾ വെക്കുക. അപ്പോൾ ഇതാണ് ഒരു റെമഡി. അടുത്തത് ഒരു ബൗളിൽ കല്ലുപ്പും അതുപോലെ ഗ്രാമ്പും വെച്ചിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ലൊരു കണ്ണാടി ബൗൾ എടുക്കുക. ഇത് നോൺ വെജും കറികളൊന്നും കഴിക്കുന്ന ബൗളായിരിക്കരുത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ബൗൾ എടുത്തിട്ട് നിറച്ച് കല്ലുപ്പ് നിരത്തുക. റോക്ക് സാൾട്ട് തന്നെ വേണം, കല്ലുപ്പ് തന്നെ എടുക്കുക. ചെറിയ മറ്റേ പൊടി ഉപ്പ് എടുക്കാനായിട്ട് പാടില്ല. അപ്പൊ നിറച്ച് ഇതെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഗ്രാമ്പുമാണ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കല്ലുപ്പിനും ഈ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് പറയും. ഒരുപാട് റെമഡീസ് ഒക്കെ നമുക്ക് കല്ലുപ്പ് വെച്ച് ചെയ്യാൻ പറ്റും. കല്ലുപ്പും ഗ്രാമ്പും വെച്ചിട്ടുള്ള ഒരു റെമഡി വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി കടക്കാതിരിക്കാനാണ്. അതിന് വേണ്ടി ചെയ്യേണ്ടത് ആദ്യം ബൗളിൽ നിറച്ച് ഈ കല്ലുപ്പ് നിരത്തിയതിന് ശേഷം ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ 7 ഗ്രാമ്പുമാണ് ഇതിൽ വെക്കേണ്ടത്. അപ്പൊ ഈ ഗ്രാമ്പു എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല പൊടിഞ്ഞൊന്നും പോകാത്ത, ഷേപ്പ് ഒന്നും മാറാത്ത നല്ല ഗ്രാമ്പു നോക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പ്ലേസ് ചെയ്ത് അകത്തോട്ടേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ വീടിന്റെ എല്ലാ റൂമിലെയും മൂലകളിലൊന്ന് ഒഴിയണം. 4 മൂലകളിലും ഒന്ന് ചുറ്റിച്ച് കാണിച്ചതിന് ശേഷം കിച്ചൺ ഉൾപ്പെടെ എല്ലാ റൂമിലും ഒഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ആരും കാണാത്ത ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കുക കേട്ടോ. നമ്മൾ കിടക്കുന്ന കട്ടിലിന്റെ അടിഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂമിൽ നമ്മുടെ അലമാരയൊക്കെ കാണുമല്ലോ, അതിന്റെ ബാക്ക് സൈഡിൽ ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുട്ടികളൊക്കെ വന്ന് എടുത്തോണ്ട് പോകും. അപ്പൊ അവരെടുക്കാത്ത ഭാഗത്ത് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി വെക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെൽഫിന്റെ ഒരു ബാക്ക് സൈഡിലോട്ടോ അങ്ങനെ എവിടെയെങ്കിലും വെക്കാട്ടോ. അല്ലെങ്കിൽ കിച്ചണിലാണെങ്കിൽ നിങ്ങൾക്ക് കിച്ചണിലെ ഷെൽഫൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മേലെ പോർഷനിലോട്ട് ഏതെങ്കിലും ഒരു കോർണർ സൈഡിൽ ഇത് സൂക്ഷിച്ചു വെച്ചേക്കാം. എന്നിട്ട് ഇത് മാറ്റേണ്ടത് 15 ദിവസം കഴിയുമ്പോഴാണ്. മാസത്തിൽ ഫസ്റ്റ് ഡേ ആണ് വെക്കുന്നതെങ്കിൽ കറക്റ്റ് 15-ാം തീയതി ആകുമ്പോഴത്തേക്കും ഈ കല്ലുപ്പ് കൊണ്ടുപോയി എവിടെയെങ്കിലും കളയുക. അപ്പോൾ കളയുന്നത് നിങ്ങൾ ഒരിക്കലും ചവിട്ടുന്ന ഭാഗത്തോ നോൺ വെജ് കഴുകി ഒഴിക്കുന്ന ഭാഗത്തോ ബാത്റൂമിലൊന്നും ഒഴിക്കാനായിട്ട് പാടില്ല. കല്ലുപ്പ് നന്നായിട്ട് വെള്ളത്തിലിട്ട് അലിയിച്ച് കളഞ്ഞിട്ട് ആരും ചവിട്ടാത്തൊരു ഭാഗത്ത് കൊണ്ടുപോയി ഒഴിച്ച് കളയുക. ഗ്രാമ്പൂവും നമുക്ക് ഡിസ്പോസ് ചെയ്ത് കളയാം. ഗ്രാമ്പു ഞാനെപ്പോഴും ചെടിയുടെ ചുവട്ടിലാണ് ഇടുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ബൗള് നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും നമുക്ക് കല്ലുപ്പ് നിറച്ചിട്ട് ഇതേ റെമഡി വീണ്ടും ചെയ്യാം കേട്ടോ. എന്നിട്ട് വീണ്ടും 15 ദിവസം കഴിയുമ്പോൾ മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വീടിനുള്ളിലെ നെഗറ്റീവ് എനർജി എല്ലാം പോകും. ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങളും മാനസികമായിട്ടുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് മാറിക്കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. ഞാനിത് കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഗ്രാമ്പു ഇല്ലെങ്കിൽ വെറുതെ ഒരു ബൗളില് കുറച്ച് കല്ലുപ്പ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നിറച്ചെടുത്തതിന് ശേഷം നിങ്ങൾ കിടക്കുന്ന റൂമിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി വെച്ചിട്ട് ഇതുപോലെ 15 ദിവസം കൂടുമ്പോൾ മാറ്റിയാലും മതി. പിന്നെ അടുത്തത് ഡെയിലി വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ്. വൈകുന്നേരം കുറച്ച് സമയം നമ്മുടെ വിശ്വാസപ്രകാരമുള്ള എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു പ്രെയർ നമ്മൾ വീട്ടിൽ ചെയ്യുക. അപ്പം ഞങ്ങൾ ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് വിളക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ജാതിയോ മതസ്ഥരോ ആയിക്കോട്ടെ, നിങ്ങളുടേതായ രീതിയിലുള്ളൊരു പ്രെയർ ടൈം നിങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഇവിടേക്ക് തമിഴ്നാട്ടിൽ എല്ലാവരും മണി അടിച്ചാണ് വിളക്ക് കത്തിക്കാറുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റിവിറ്റിയും നല്ലൊരു പോസിറ്റീവ് എനർജിയും ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് വെക്കാറുണ്ട്.
ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പൂജാ റൂം ആഴ്ച തോറും ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. റോസ് വാട്ടറും ഇത് ജവ്വാതും പച്ചക്കർപ്പൂരം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത് പൂജാ റൂം. പിന്നെ ഫോട്ടോസ് ഒക്കെ നമ്മളിങ്ങനെ 2-3 ദിവസത്തിൽ ഒരിക്കൽ ഇങ്ങനെ നന്നായിട്ട് തുടച്ചിട്ട് അതിൽ പൊട്ടും കുങ്കുമവും ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൊളുത്തിയതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ വിളക്ക് അണച്ചേക്കണം. അപ്പോൾ ഒരു പൂവ് ഉണ്ടെന്നെങ്കിലുമാണ് നമ്മൾ വിളക്ക് അണയ്ക്കേണ്ടത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു ചെറിയൊരു സാമ്പ്രാണി കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ലൊരു സുഗന്ധം പരത്തുന്ന ഒരു സ്മെല്ലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇതുപോലെ കുന്തിരിക്കം, സാമ്പ്രാണി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വീടിനുള്ളിലുള്ള കൊതുകിന്റെ ശല്യമൊക്കെ പോയി കിട്ടും. പിന്നെ നല്ലൊരു ഗുഡ് സ്മെല്ലെന്ന് പറയുന്നത് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യും അല്ലേ. നമ്മൾ എത്ര വിഷമത്തിലിരുന്നാലും എന്തൊക്കെ സങ്കടത്തിലിരുന്നു കഴിഞ്ഞാലും നല്ലൊരു സ്മെല്ലിന് നമ്മുടെ മൂഡ് മാറ്റാനായിട്ട് പറ്റുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പ്രാണി ഇപ്പോൾ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സാമ്പ്രാണി അല്ല. അപ്പം ഞാനിപ്പോൾ വെച്ചേക്കുന്നതും നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നല്ല കെമിക്കലൊന്നും യൂസ് ചെയ്യാത്ത ഓർഗാനിക് ആയിട്ടുള്ള സാമ്പ്രാണിയൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുമെങ്കിൽ അത് മേടിച്ച് കത്തിക്കേണ്ട. പിന്നെ അടുത്തത് സാൾട്ട് ദീപമാണ്, അതായത് ഉപ്പ് ദീപം. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വ്ളോഗിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങളത് കണ്ടാൽ മതി, അതിനകത്ത് വിശദമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലെങ്ത് കൂടി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ സാൾട്ട് ദീപം വെക്കുന്ന ഒരു രീതിയിൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ചകളാണ്. വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ച വൈകുന്നേരങ്ങളിലാണ്. എന്നിട്ട് പിറ്റേ ദിവസം ഈ സാൾട്ട്, ഈ കല്ലുപ്പുണ്ടല്ലോ, ഇത് കൊണ്ടുപോയി നമ്മൾ കലക്കി വെള്ളമായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുവാണ് ചെയ്യേണ്ടത്. പിറ്റേ ദിവസം നമ്മളത് ഡിസ്പോസ് ചെയ്യണം ശനിയാഴ്ച രാവിലെ. അപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ വീടിനുള്ളിൽ ചെടികൾ വളർത്തുക. ഗ്രീനറീസ് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു കുളിർമയാണല്ലേ. പ്രത്യേകിച്ച് ഒരു പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സ്ട്രെസ് ഒക്കെ പോകുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വളരെ കുറച്ച് മാത്രം ചെടികളാണ് ഉള്ളത്. 1-2 മണി പ്ലാന്റും അതുപോലെ തന്നെ ഒരു ലക്കി ബാമ്പുവിൻ്റെ ഒരു ചെടിയാണ് ഉള്ളത് കേട്ടോ. ലക്കി ബാമ്പു ആണെന്ന് തോന്നുന്നു, അതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം ഞാനൊരു ബോട്ടിലിനകത്ത് വെള്ളം ഒഴിച്ചിട്ടേക്കുവാണ്. അപ്പം നമുക്കിവിടെ ചെന്നൈയിൽ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് മണി പ്ലാന്റ് ഒന്നും വീട്ടിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളത് 2-3 എണ്ണം ഞാൻ കുറേ വർഷങ്ങളായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് ഒരുപാട് വളരുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ അവിടെ ഇവിടെ ആയിട്ട് ഈ മണി പ്ലാന്റ് വെക്കാം. മണി പ്ലാന്റ് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഡോർ പ്ലാന്റ്സ് വെക്കാം. അങ്ങനെ വെക്കുമ്പോൾ വീടിനുള്ളിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുവഴി നമ്മുടെ വീടിനുള്ളിൽ എയർ പ്യൂരിഫിക്കേഷൻ നടക്കും എന്നാണ് പറയുന്നത്. അടുത്തത് ഡെക്കോർ ഐറ്റംസ്. എനിക്ക് വീടിനുള്ളിൽ ഡെക്കോർ ഐറ്റംസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ആകണമെന്നില്ല. കാരണം ചിലർ മിനിമലിസ്റ്റ് ആയിരിക്കാം, ചിലർക്ക് അതൊന്നും ഒട്ടും താല്പര്യം കാണത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. ചെറിയ ചെറിയ ഫ്ലവർ വേസുകളും അങ്ങനെ സംഭവങ്ങളൊക്കെ. പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെയാണ് എൻ്റെ അടുത്ത് ഉള്ളത് കേട്ടോ. ഞാൻ കൂടുതലും ലീഫി ആയിട്ടുള്ള അതുപോലെ ഫ്ലവർ ആയിട്ടുള്ള ഡെക്കോർ ഐറ്റംസ് ആണ് വെക്കുന്നത്. കാരണം നമ്മുടെ വീടിന് കാണാനൊരു നല്ല ഭംഗിക്കും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ പ്ലെയിൻ ിരിക്കുന്ന കാണുമ്പോൾ ഒരു വിഷമാണല്ലേ. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ഗ്രീനറി ആഡ് ചെയ്യുന്നത് നല്ലതാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത്. ഞാൻ പിന്നെ ക്രിസ്മസ് ട്രീ എടുത്ത് മാറ്റിയിട്ടില്ല നമ്മുടേത്. വൈകുന്നേരങ്ങളിൽ അതും ഓൺ ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ വീടിനുള്ളിൽ ലൈറ്റ് കളറിലുള്ള കേർട്ടൻസ് യൂസ് ചെയ്യുക കേട്ടോ. ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ഇരുണ്ടതുപോലത്തുള്ള കേർട്ടൻസ് യൂസ് ചെയ്യരുത്. ലൈറ്റ് ആയിട്ടുള്ള കളറിലുള്ള കേർട്ടൻസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീടിനുള്ളിൽ ഒരു വല്ലാത്തൊരു നല്ലൊരു ഭംഗി തന്നെയാണല്ലേ, നല്ലൊരു വെളിച്ചമൊക്കെയാണ്. പിന്നെ നമ്മൾ രാവിലെ ഉറക്കം കഴിഞ്ഞാൽ ഉടനെ തന്നെ വീടിനുള്ളിലെ ജനാലകളും വാതിലുകളും എല്ലാം തുറന്നിട്ടേക്കുക. വീടിനുള്ളിൽ നല്ലൊരു ഫ്രഷ് എയർ കയറുകയും നല്ലൊരു ഒരു പോസിറ്റിവിറ്റി ആണ് അത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് നമുക്കുള്ള സ്പേസിൽ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഈ ഒരു ബാൽക്കണിയിലും ടെറസിൽ കുറച്ച് പോർഷനിലാണ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾക്ക് നല്ല മുറ്റമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗാർഡൻ, കുറച്ച് ചെടികളൊക്കെ വെച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പോൾ അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഒന്ന് റിലാക്സ് ആവും. മാത്രമല്ല വീട്ടിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്കും നല്ലൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. അപ്പോൾ ചെടികളെയൊക്കെ നമ്മൾ വിഷമമൊക്കെ വന്നിരിക്കുന്ന സമയത്തൊക്കെ വന്നൊന്ന് നോക്കുന്നതും അവരെ ഒന്ന് പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നതും മൈൻഡിന് നല്ലൊരു കാംനെസ് കിട്ടുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് കുറവുള്ള ഇതുപോലുള്ള ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ മനസ്സ് തന്നെയാണ് കാരണം അല്ലേ എല്ലാത്തിനും. അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും കാമായിട്ടും പോസിറ്റീവായിട്ടും വെച്ചേക്കാനായിട്ട് നമ്മളെ കൊണ്ട് വിചാരിച്ചാലേ അത് സാധിക്കത്തുള്ളൂ, അല്ലാതെ മറ്റെന്ത് ചെയ്തിട്ടും കാര്യമില്ല. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ വീട് എപ്പോഴും വൃത്തിയാക്കി വെച്ചേക്കുക എന്നുള്ളതാണ്. എന്ന് കരുതിയിട്ട് മ്യൂസിയം പോലെ ഒരു പൊടിയോ അഴുക്കോ ഒന്നും ഇല്ലാതെ
നീറ്റായിട്ട് തുടച്ച് കണ്ണാടി പോലെ വെച്ചേക്കണമെന്നല്ല. കുട്ടികളുള്ള വീടുകളിൽ എപ്പോഴും അഴുക്കും പൊടിയും വലിച്ചു വാരിയിടലും ഒക്കെ സ്വാഭാവികമാണ്. ഞാൻ തീരെ കുഞ്ഞുമക്കളുള്ള വീട്ടിലുള്ള അമ്മമാരോടല്ലത് പറയുന്നത്, എന്നാലും ഒരുവിധപ്പെട്ട എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒന്ന് നമ്മളെ വീടൊക്കെ ഒന്ന് ഒതുക്കിയിടുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വലിച്ചു വാരി സാധനങ്ങൾ കൊണ്ടുപോയി ഇടുന്നതിന് പകരം ഒന്ന് വൃത്തിയായിട്ട് എല്ലാം സോഫയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ കുറെ സാധനങ്ങൾ കൊണ്ടുപോയി വലിച്ചു വാരി ഇടാതെ അങ്ങനെയൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീടൊന്ന് ഒതുക്കി ഇട്ടാൽ തന്നെ വീട് ഏകദേശം ഒരു 90% വൃത്തിയാണെന്നാണ് കേട്ടോ അർത്ഥം. അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് വൃത്തിയാക്കി പളപളാന്ന് തിളങ്ങുന്ന രീതിയിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഒന്ന് ഒതുക്കിയിടുക എല്ലാ സംഭവങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഫാൻ ആണെങ്കിലും AC ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് പൊടിയോ അഴുക്കും പിടിക്കുമല്ലേ. എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കുള്ളൂ അത് ക്ലീൻ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോൾ. അങ്ങനെ ചെയ്യാതെ മാസത്തിൽ ഒരു തവണ ഫാമിലിയിൽ എല്ലാവരും കൂടിയൊക്കെ ചേർന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഡെക്കോർ ഐറ്റംസ് വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി ഒന്ന് നീറ്റാക്കിയൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്. ഇതിലൊന്നും ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ വീക്ക്ലി വൺസ് ടെമ്പിൾ വിസിറ്റ് ചെയ്യാറുണ്ട്, കോവിലിൽ പോകാറുണ്ട്. ഞങ്ങൾക്കത് സ്ഥിരമായിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഇതും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. എത്രയോ സ്ഥലങ്ങളിൽ പോകാറുണ്ടല്ലേ. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം ക്ഷേത്രത്തിൽ പോകാനായിട്ട് നമ്മളൊരു സമയം മാറ്റി വെക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്കാണെങ്കിലും അറിയാതെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഈ പറഞ്ഞതിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ചെയ്യാത്തതായിരിക്കാം. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇഷ്ടമില്ല, ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വീടിനുള്ളിൽ പോസിറ്റീവായിട്ട് ഇരിക്കാനും പോസിറ്റിവിറ്റി കൊണ്ടുവരാനും ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.